എല്ലാവർക്കും നമസ്കാരം. സൈലത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു സജീവൻ. ഇലക്ഷനൊക്കെയാണ്, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിൽ കുറെ കന്നി വോട്ടർമാരുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്തപ്പോൾ EVM അല്ല വോട്ടിംഗ് മെഷീൻ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് ബ്രീഫ്ലി നോക്കിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്. ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്ത ഒരു കാൻഡിഡേറ്റിന്റെ പേരില്ലാത്ത നൺ ഓഫ് ദ എബോവ് അല്ലെങ്കിൽ നോട്ട എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ച് കാണണം കേട്ടോ, ശ്രദ്ധിച്ച് കാണണം. ഒരു കാൻഡിഡേറ്റിന്റെ പേരില്ലാത്ത അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ നോട്ടയാണ്. എല്ലാ EVMന്റെയും അതിന്റെ അവസാനം ബാലറ്റിന്റെ അവസാനമാണ് നോട്ട കാണുന്നത്. അപ്പോൾ ഈ നോട്ട ജയിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പല പല കഥകൾ പോകുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നു ആ സ്ഥാനാർത്ഥികൾക്ക് അടുത്ത ഇലക്ഷൻ നിൽക്കാൻ കഴിയില്ല. ചില ആൾക്കാർ പറയുന്നു ആ സ്ഥാനാർത്ഥികൾ തോൽക്കും, നോട്ട ജയിക്കും, വീണ്ടും ഇലക്ഷൻ വരും. അങ്ങനെ പല 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 നുണക്കഥകളും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോട്ടയെ പറ്റി അറിയാം, പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ നോട്ടയിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാം എന്ന് നമുക്കറിയാം. നോട്ട ജയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നും നമുക്കറിയാം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നത്? നൺ ഓഫ് ദ എബോവ്, മുകളിൽ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയോടും എനിക്കൊരു പ്രത്യേക മമതയില്ല, എനിക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അതായത് ഒരു ജനാധിപത്യത്തിൽ ഒരിക്കലും സംഭവിച്ചൂടാത്ത കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതിന്റെ തോത് ഇങ്ങനെ കൂടി വരികയാണ്. എന്ത്? പൊളിറ്റിക്സിലുള്ള ക്രിമിനലുകളുടെ എണ്ണം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന്റെ പേരിലുള്ള കേസുകൾ, ക്രിമിനൽ കേസുകൾ കൂടി വരുന്നു. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അല്ലെങ്കിൽ ADR എന്ന് പറയുന്ന സംഘടന ഇതേപ്പറ്റി സ്ഥിരം റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. അവരുടെ ഒരു റിപ്പോർട്ട് പറയുന്നതാണ് 21% ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഫോർത്ത് ഫേസ് ഓഫ് ലോക്സഭ ഇലക്ഷൻസ് ഡിക്ലെയർ ക്രിമിനൽ കേസസ്. അതായത് ലോക്സഭയിലേക്കുള്ള ഇലക്ഷന്റെ 4ാമത്തെ ഫേസിൽ 100 പേരിൽ 21 പേർക്കെതിരെയും കേസുണ്ട്. 100 പേരിൽ 21 പേർക്കെതിരെയും കേസുണ്ട്. 2, നിയർലി ഹാഫ് ഓഫ് MLAs ഇൻ ഇന്ത്യ ഹാവ് ക്രിമിനൽ കേസസ്. അവരുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടാണ്. ഇന്ത്യയിലുള്ള MLAമാരിൽ നിയർലി 50% പേർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. കേരളത്തിന്റെ കാര്യം നോക്കുക. കേരള ടോപ്സ് ദ ലിസ്റ്റ് വിത്ത് 95 ഔട്ട് ഓഫ് 135 MLAs. അതായത് ഏകദേശം 70% കേരളത്തിലുള്ള MLAമാർക്കെതിരെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഇതാ ഈ റേറ്റ് നോക്കുക. 2004 മുതൽ 2019 വരെ ഓരോ 5 വർഷം കൂടുന്തോറും ക്രിമിനൽ കേസുകളുള്ള MLAമാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. 24% നിന്ന് കൂടി അത് 43%. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടല്ലേ, ഇങ്ങനെ ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികൾ എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ കാൻഡിഡേറ്റ് പ്രഖ്യാപിക്കുന്നത്? എന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്? ഇതേ ചോദ്യം ചോദിച്ചൊരു വ്യക്തിയാണ് ജസ്റ്റിസ് നരിമാൻ. ജസ്റ്റിസ് നരിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്നു. അപ്പൊ നരിമാൻ ചോദിച്ചൊരു ചോദ്യം, നോ പൊളിറ്റിക്കൽ പാർട്ടി ഓഫേഴ്സ് ആൻ എക്സ്പ്ലനേഷൻ ആസ് ടു വൈ കാൻഡിഡേറ്റ്സ് വിത്ത് പെൻഡിങ് ക്രിമിനൽ കേസസ് ആർ സെലക്ടഡ് ആസ് കാൻഡിഡേറ്റ്സ്. മനസ്സിലായോ? അതായത് പെൻഡിങ് ക്രിമിനൽ കേസുള്ള ആൾക്കാരെ എന്തുകൊണ്ട് ഒരു നിയമവും അവരെ എന്താ പറയുക, നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയുന്നില്ല. നിങ്ങൾ കൺവിക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയുന്ന നിയമങ്ങളുള്ളൂ. നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ ചില പ്രൊവിഷൻസ് പോലെ. അല്ലാതെ ഒരാളുടെ പേരിൽ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കരുത് എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ചോദ്യം, ഇത്രയും അധികം കേസുകളുള്ള വ്യക്തികൾ എങ്ങനെയാണ് മത്സരിക്കുന്നത്? ഈ ഇലക്ഷനും പല സ്ഥാനാർത്ഥികളുടെയും പേര് വന്നപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യം വന്നു. സോ അതിനുള്ള ഒരു സൊല്യൂഷനാണ് എന്ത്? നോട്ട, നൺ ഓഫ് ദ എബോവ്. ഈ സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പോയി വോട്ട് ചെയ്യാം, നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. പക്ഷെ നോട്ട ജയിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സൈലം SSC ആൻഡ് RRBയുടെ പുതിയ കുറച്ച് ബാച്ചുകൾ, അഡ്മിഷൻ നടക്കുന്ന ക്ലാസ്സുകളിലേക്കുള്ള ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് RRBയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ബാച്ചിലേക്കുള്ള ക്ലാസ്സുകളാണ്. രണ്ടാമത്തേത് RRBയുടെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF ബാച്ചുകളിലേക്കുള്ള ക്ലാസ്സുകളാണ്. മൂന്നാമത്തേത് SSC CGL ഓഫീസേഴ്സ് ബാച്ചാണ്. ഈ 3 ബാച്ചുകളിലേക്കും അഡ്മിഷൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ നോട്ട് ചെയ്യുക: 9995100800. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സൈലം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഓഫർ ചെയ്യുന്നത്. ALP ബാച്ച് വരുന്നത് 3999, RPF ബാച്ച് വരുന്നത് 2999 2999, CGL ഓഫീസേഴ്സ് ബാച്ച് വരുന്നത് 5999 5999 രൂപയ്ക്കാണ്. അപ്പൊ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നോട്ടയിലേക്ക് പോകാം. എന്താണ് നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ്? അതിന്റെ ഒരു തുടക്കം, അതിന്റെ ഒരു ഒറിജിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നോട്ട ഈസ് എ ബാലറ്റ് ഓപ്ഷൻ ദാറ്റ് a voter can choose to apply instead of giving their vote to any of the contesting candidate. അതായത്
സപ്പോസ് നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു 4 സ്ഥാനാർത്ഥികളുണ്ട്, 1, 2, 3, 4, അഞ്ചാമത്തേതായിട്ട് നോട്ട വരും. അപ്പൊ ഈ 4 സ്ഥാനാർത്ഥികളോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ല അവർ സ്യൂട്ടബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് നോട്ടയ്ക്ക് വോട്ട് കുത്താം കേട്ടോ. അപ്പൊ ചോദ്യങ്ങൾ പിടിച്ചോളുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. കാരണം ഇൻഫർമേഷൻ ആണ്, ഇതൊരു ജനറൽ വീഡിയോ ആണ്. അത് കൂടാതെ ഇത് കാണുന്ന ഓരോ കുട്ടികളും ആസ്പിരൻസിന് പരീക്ഷയ്ക്ക് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും കിട്ടണം. ആ പോയിന്റുകളാണ് പറയുന്നത്, നോട്ട് ചെയ്യുക. ആദ്യമായിട്ട് ലോകത്ത് നോട്ട പോലെ, നൺ ഓഫ് ദ ബുക്ക് പോലെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയ രാജ്യം, ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് നോട്ട വാസ് ഫ്രാൻസ്. നോട്ട് ചെയ്യുക, ഫ്രാൻസ് ആണ് ലോകത്ത് ആദ്യം നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം. ആദ്യത്തെ ഏഷ്യൻ രാജ്യത്തിന് ചോദിക്കാം, ഏഷ്യയിൽ ആദ്യമായിട്ട് നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്നുള്ള പേരുള്ള ഇന്ത്യ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അതല്ല, നമ്മുടെ നെയ്ബറാണ് ബംഗ്ലാദേശ്. 2008 ബംഗ്ലാദേശ് became the first Asian country to introduce നോട്ട കേട്ടോ. ഇന്ത്യ അങ്ങനെ എനിക്ക് തോന്നുന്നു 14ാമത്തെയോ മറ്റോ രാജ്യമാണ് നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 14, 15 എന്ന് പറയുന്ന 2 സോഴ്സുകളുണ്ട്. പക്ഷേ കൂടുതൽ സോഴ്സുകൾ ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യ 14ാമത്തെ രാജ്യമാണെന്നാണ്. 14th country, ഇന്ത്യ became the 14th country. അപ്പൊ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം പറയാം. 2008 നമ്മുടെ നെയ്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. 2009 അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോർട്ടിനോട് റിക്വസ്റ്റ് ചെയ്തു, എന്താണ്, നോട്ട എന്നൊരു ഓപ്ഷൻ ജനങ്ങൾക്ക് വേണം. അതിനു മുൻപ് ഈ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, പലരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് വോട്ടിംഗ്, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയും ഇഷ്ടമല്ലാത്ത എനിക്ക് വോട്ട് ചെയ്യാനും താല്പര്യമുണ്ട്, വീട്ടിലിരിക്കാൻ താല്പര്യമില്ല, എനിക്കൊരു ഓപ്ഷൻ വേണമെന്നുള്ള ഡിസ്കഷൻസ് വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ സുപ്രീം കോടതിയോട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്, പ്ലീസ് ഇൻക്ലൂഡ് നോട്ട ഇൻ ഇലക്ടറൽ ബാലറ്റ്സ്. ആ കേസ് ഇങ്ങനെ നടന്ന് 2013 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സുപ്രീം കോടതി എന്ത് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി മുതൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ ബാലറ്റിൽ എന്ത് വേണം? നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണം. നൺ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണം. അതാണ് ഒറിജിൻ. സോ അടുത്ത ചോദ്യം നോട്ട് ചെയ്യുക. നോട്ട വാസ് പ്രൊവൈഡഡ് ആസ് എൻ ഓപ്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2013. ഏത് വർഷമാണ്? ഒരുപാട് മുൻപൊന്നുമല്ല, 2014 നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്നത്. 2014, പിന്നെ 19, ഇപ്പോൾ 24 അടുത്ത ഇലക്ഷൻ. 2013 നോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പഴയൊരു സാധനമല്ല നോട്ട കേട്ടോ. ആ സമയത്ത് നടന്ന 2013 നടന്ന ചില സ്റ്റേറ്റ് ഇലക്ഷനിലേക്കാണ് അവർ നോട്ട ഉപയോഗിച്ചത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം ആൻഡ് ഡൽഹി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം ആൻഡ് ഡൽഹി ഈ സ്റ്റേറ്റുകളിലേക്കുള്ള സ്റ്റേറ്റ് ലെവൽ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നോട്ട് ഉപയോഗിച്ചത്. 2013 അങ്ങനെ ആദ്യമായിട്ട് നോട്ട് ഉപയോഗിക്കുകയാണ്. രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും 2014 മുതലാണ് നോട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ. തൊട്ടടുത്ത വർഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട് ഉപയോഗിച്ച വർഷം 2013 സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ ഒക്കെ ആയിരുന്നു കേട്ടല്ലോ. ക്ലിയർ ആണല്ലോ. നോട്ടയുടെ ഈ സിമ്പിൾ കണ്ടോ നിങ്ങൾ? ഈ സിമ്പിൾ ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. ആ സിമ്പിൾ ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID അഹമ്മദാബാദ്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അവരാണ് നോട്ടയുടെ ഈ സിമ്പിൾ ഡിസൈൻ ചെയ്തത്. 2013 മുതൽ നോട്ട നമ്മുടെ മെഷീനിലുണ്ട്. 2013 മുതൽ നോട്ട നമ്മുടെ മെഷീനിലുണ്ട്. ബിഫോർ നോട്ടയ്ക്ക് മുൻപ് എന്തായിരുന്നു? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കാലമായിട്ടില്ല. അപ്പൊ നിങ്ങൾ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണ്? ഏത് വർഷമാണ്? രണ്ടാമത്തെ കാര്യം, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് കേട്ടിട്ടില്ലേ? പല സ്ഥാനാർത്ഥികളും പറയില്ലേ MCC വയലേറ്റ് ചെയ്തു, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേറ്റ് ചെയ്തു. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം, സ്ഥലം, അല്ലെങ്കിൽ എവിടുത്തെ ഇലക്ഷനാണ് MCC ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ച വർഷം, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ആദ്യമായിട്ട് ഉപയോഗിച്ച വർഷം കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുൻപ് നമുക്ക് എന്ത് സിസ്റ്റം ആയിരുന്നു? ബാലറ്റ് പേപ്പർ ആയിരുന്നു അല്ലേ? ബാലറ്റ് പേപ്പർ. അപ്പൊ നമുക്കൊരു ബാലറ്റ് പേപ്പർ തരും, അതിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക, മടക്കുക, പേപ്പർ ഇടുക. സോ ബാലറ്റ് പേപ്പറിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാർക്ക് ചെയ്യാതെ നമ്മുടെ ബാലറ്റ് പേപ്പർ നമ്മൾ ഇടുന്നത് ഒരു തരം നെഗറ്റീവ് വോട്ടിംഗ് ആണ്. എന്താണ് നെഗറ്റീവ് വോട്ടിംഗ്? നോട്ടയ്ക്ക് മുൻപുള്ള നൺ ഓഫ് ദ എബോവിനെ പറ്റി ഞാൻ പറയുന്നത്. ബാലറ്റ് പേപ്പറിൽ ഞാൻ ആർക്കെങ്കിലും നേരെ ടിക്ക് ചെയ്താൽ മാത്രമല്ല അത് കൗണ്ട് ചെയ്യപ്പെടുകയുള്ളൂ. ഞാൻ ടിക്ക് ചെയ്യാതെ ഞാൻ മടക്കിയിട്ട് കഴിഞ്ഞാലോ അതൊരു തരം നോട്ടയാണ്. പിന്നീട് ഈ മറ്റൊരു സാധനം, അതായത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഞാൻ
വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഒന്നും വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നേരെ എൻ്റെ ബൂത്തിൽ പോവുക. എനിക്ക് നെഗറ്റീവ് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ നെഗറ്റീവ് വോട്ടാണ് റൂൾ 49O. സോ നിങ്ങളോട് ചോദിക്കുകയാണ്, റൂൾ 49O അണ്ടർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 ഡീൽസ് വിത്ത് എന്താണ്? നെഗറ്റീവ് വോട്ടിംഗ് ആണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ അവിടെ എത്തുക, പ്രിസൈഡിംഗ് ഓഫീസറിന് മുമ്പിൽ പോയിട്ട് നിങ്ങൾ പറയുകയാണ്, ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് ഇന്ന വ്യക്തിക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, എൻ്റെ വോട്ട് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ വോട്ട് നെഗറ്റീവ് വോട്ടാണെന്ന് നിങ്ങൾ പറയുകയാണ്. സോ യു ക്യാൻ ഡു ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രിസൈഡിംഗ് ഓഫീസർ. ആ വോട്ടുകൾ കൗണ്ട് ചെയ്യില്ല. സോ 49O ഓഫ് 1961 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് എന്താണ്? അതും നെഗറ്റീവ് വോട്ടിംഗ് ആണ് കേട്ടോ, അതും നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ആ വോട്ടുകൾ കൗണ്ട് ചെയ്യില്ല. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുകയാണ്. ഇപ്പം നമ്മുടെ ബൂത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഇന്ത്യയിലെ പല ബൂത്തുകളിലും സിറ്റുവേഷൻസ് സേഫ് അല്ല, വയലന്റ് ആയിട്ടുള്ള പല അറ്റാക്കുകളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയുകയാണ് എന്ത്? എനിക്ക് ഇന്ന വ്യക്തിക്കൊന്നും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ആ മണ്ഡലത്തിൽ ജയിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു പാർട്ടി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് അതെങ്കിൽ നാളെ നിങ്ങളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ വിക്ടിമൈസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ വോട്ടിംഗ് സീക്രട്ട് ആണ്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആരെയും കാണിച്ചില്ലല്ലോ, വളരെ സീക്രട്ട് ആയിട്ടല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് മറ്റൊരാൾക്ക് അത് അറിയുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ പ്രിസൈഡിംഗ് ഓഫീസറിന് അറിയുകയാണ് നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്കെതിരെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സാധനം ഒരു വോട്ടറിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നില്ല അല്ലേ? ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് 2013 നോട്ട വന്നത്. നോട്ടയുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതാ ഇങ്ങനെ വോട്ടിന് വേണ്ടി പോയി നിന്നു, നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നോക്കി, മുകളിൽ ഒരു സ്ഥാനാർത്ഥി, 2, 3, 4 അങ്ങനെ കുറെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വന്ന് ഏറ്റവും അവസാനം നോട്ടയുടെ പൊസിഷൻ എവിടെയാണ്? നോട്ട് ചെയ്ത് കൊള്ളുക, ആദ്യമല്ല, നോട്ടയുടെ പൊസിഷൻ ഏറ്റവും അവസാനമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എല്ലാ കാൻഡിഡേറ്റുകളുടെയും പേര് കഴിഞ്ഞ അവസാനമാണ് നോട്ടയുടെ പൊസിഷൻ വരുന്നത് കേട്ടോ. നോട്ടയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റൈറ്റ് ടു വോട്ട് വിത്ത് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിസപ്രൂവൽ ത്രൂ വോട്ടിംഗ്. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. റൈറ്റ് ടു വോട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, UPSC പ്രിലിംസിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. റൈറ്റ് ടു വോട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശം എനിക്ക് രേഖപ്പെടുത്താൻ പറ്റും. എങ്ങനെ? എനിക്ക് നിങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഡിസപ്രൂവൽ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്താൻ പറ്റും. 2, സീക്രട്ട് വോട്ടിംഗ്. എൻ്റെ ഐഡന്റിറ്റി റിവീൽ ആകുന്നില്ല, അതുകൊണ്ട് നാളെ ഞാൻ വിക്ടിമൈസ് ചെയ്യപ്പെടില്ല. 3, എൻകറേജസ് ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ വോട്ടിംഗ് പ്രോസസ്. നമ്മൾ പലപ്പോഴും കേട്ടു വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉണ്ടായില്ല, 60% പേര്, 59% പേര്, 62% പേരാണ് വന്നത്. പല കാരണങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ചൂടാണ്, 2 എന്താണ്? ആൾക്കാർക്ക് വിശ്വാസമില്ലാതെ വരിക. ഈ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതെ വരുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ജനാധിപത്യത്തിന്റെ മൂല്യവും ആ ഒരു സ്വീകാര്യതയും നഷ്ടപ്പെടും ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ വോട്ടിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുകയില്ല. മുകളിൽ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വോട്ട് ചെയ്യാം, നോട്ടയ്ക്ക് വോട്ട് ചെയ്യാം. സോ പോളിംഗ് ആക്ച്വലി കൂടും. ജനങ്ങളുടെ ആ ഒരു 5 വർഷത്തിൽ ഒരിക്കലല്ലേ നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്, ആ ഒരു പങ്കാളിത്തം ആക്ച്വലി കൂടും. ഡിമിനിഷസ് ദ കൗണ്ട് ഓഫ് ബോഗസ് വോട്ട്സ്. ഏറ്റവും വലിയ ജനാധിപത്യം ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ഫ്രോഡുകളുടെയും രാജ്യമാണ് ഇന്ത്യ. മരിച്ചവർ വന്ന് വോട്ട് ചെയ്യുക, വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി വോട്ട് ചെയ്തു എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബൂത്ത് ക്യാപ്ചർ ചെയ്യുക. ഇപ്പോൾ കുറച്ചായിട്ട് ബൂത്ത് ക്യാപ്ചർ ചെയ്യലൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു ബോഗസ് വോട്ട് നടക്കില്ല. അതായത് ഇന്ന വ്യക്തികൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കള്ളവോട്ട് ചെയ്യാൻ കുറെ പേര് വരും. ആ ഒരു സംഭവം നടക്കില്ല കേട്ടോ, ആ ഒരു സംഭവം നടക്കില്ല. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ എൻകറേജ് ചെയ്യുകയാണ്, വോട്ട് ചെയ്ത് പാർട്ടിസിപ്പേഷൻ രേഖപ്പെടുത്തുക എന്നൊക്കെ. പക്ഷേ നിങ്ങളുടെ നോട്ടയ്ക്ക്, അതായത് 1ാമത്തെ സ്ഥാനാർത്ഥി, 2ാമത്തേത്, 3ാമത്തേത്, 4ാമത്തേത്, 4 പേരെക്കാൾ കൂടുതൽ വോട്ട് 5ാമതുള്ള നോട്ടയ്ക്ക് കിട്ടിയാൽ, അതായത് ഒരു മണ്ഡലത്തിൽ 100 വോട്ടുകളാണുള്ളത്, അതിൽ 99 എണ്ണം നോട്ടയ്ക്ക് കിട്ടിയെന്നിരിക്കട്ടെ. 100ൽ 99, ഇയാൾക്ക് 0, ഇയാൾക്ക് 0, ഇയാൾക്കൊരു വോട്ട്, ഇയാൾക്ക് 0. 99 വോട്ട് നോട്ടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട ജയിച്ചു എന്നല്ല അർത്ഥം, മറ്റ് സ്ഥാനാർത്ഥികൾ തോറ്റു എന്നല്ല അർത്ഥം, ജനങ്ങൾക്ക് അവരിൽ വിശ്വാസമില്ല എന്നല്ല അർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് വിഷമത്തോടെ ഞാൻ പറയട്ടെ, ഒന്നും സംഭവിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിഫൈഡ് ദാറ്റ് വോട്ട്സ് കാസ്റ്റ് ആസ് നോട്ട ആർ കൗണ്ട് ചെയ്യപ്പെടും, ബട്ട് ദേ ആർ കൺസിഡേർഡ് ഇൻവാലിഡ് വോട്ട്സ്.
കൗണ്ട് ചെയ്ത് മാറ്റി വയ്ക്കും, പക്ഷേ ഇൻവാലിഡ് ആണ്. CID മൂസയിൽ പറയില്ലേ, തോക്ക് തരാം പക്ഷെ വെടിവെക്കരുതെന്ന്, അതാണ് അവസ്ഥ. കൗണ്ട് ചെയ്യും, മാറ്റിവെക്കും, പക്ഷേ ഇൻവാലിഡ് ആണ്. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട വിൽ നോട്ട് ചേഞ്ച് ദ ഔട്ട്കം ഓഫ് ദ ഇലക്ഷൻ. നോട്ടയ്ക്ക് ഇലക്ഷന്റെ ഔട്ട്കം ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇഫ് നോട്ട ഗെറ്റ്സ് ദ മോസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഇൻ എ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് നോട്ടയ്ക്കാണെങ്കിൽ അതിനർത്ഥം ജനങ്ങൾക്ക് മറ്റുള്ളവരിൽ വിശ്വാസമില്ല എന്നാണ്. അപ്പൊ നോട്ട ജയിച്ചു എന്ന് പ്രഖ്യാപിക്കണം, മറ്റുള്ളവർ ജയിക്കരുത്. പക്ഷേ വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും? The next candidate with the second most number of votes is declared the winner. മനസ്സിലായോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കാൻഡിഡേറ്റ്, ഈ കേസിൽ അദ്ദേഹം ജയിക്കും. ഇതിനെപ്പറ്റി ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തികൾ, നമ്മൾ സാധാരണക്കാർ ക്രിട്ടിസൈസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തി SY ഖുറേഷിയാണ്. ആര്? SY ഖുറേഷി. SY ഖുറേഷി എന്ന് പറയുന്നത് ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു SY ഖുറേഷി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോട്ട് ചെയ്യുക. ഈവൻ ഇഫ് ദർ ആർ 99 നോട്ട വോട്ട്സ് ഔട്ട് ഓഫ് എ ടോട്ടൽ ഓഫ് 100 ആൻഡ് എ കാൻഡിഡേറ്റ് X gets just 1 vote, X is the winner, having obtained the only valid vote because നോട്ട വോട്ട്സ് ആർ ഇൻവാലിഡ്. ക്ലിയർ ആണല്ലോ? നോട്ട വോട്ട്സ് ആർ ഇൻവാലിഡ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞുതരാം, നോട്ടയുടെ പ്രാധാന്യം. പല മണ്ഡലങ്ങളിലും വ്യക്തികൾ എന്താ പറയുക, ഇലക്ഷന് മുന്നേ ജയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് പേര് ജയിച്ചിട്ടുണ്ട്. ഈ ലോക്സഭാ ഇലക്ഷനിലും അങ്ങനെ ഒരു കേസ് ഉണ്ട്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അൺഒപ്പോസ്ഡ് ആയിട്ട് ജയിച്ച വ്യക്തി സൂരത്തിലെ ലോക്സഭാ സീറ്റിൽ ഒരു തമാശ നടന്നു. ആർക്കും വോട്ട് ചെയ്യേണ്ടി വന്നില്ല. അതിനു മുന്നേ ഒരു വ്യക്തി ജയിച്ചു. കാരണം പ്രധാനപ്പെട്ട പാർട്ടികളിൽ ചില പാർട്ടികൾ പുറകോട്ട് പോയി, ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റിന്റെ നോമിനേഷൻ റിജക്ട് ചെയ്യപ്പെട്ടു, ആൾ ഫില്ല് ചെയ്ത ഡേറ്റ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം ഒരു വ്യക്തി മാത്രമായി. ആ വ്യക്തി വോട്ട് ചെയ്യാതെ ജയിച്ചു. അതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയി. 1, 2, 3 മൂന്നാമത്തെ വ്യക്തി പിന്മാറി. രണ്ടാമത്തെ വ്യക്തി ആൾക്ക് ഫയൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ വ്യക്തി ജയിച്ചു എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു, പക്ഷേ നാലാമതായിട്ട് അവിടെ നോട്ടയില്ലേ? അപ്പൊ ശരിക്കും ഒരു ഇലക്ഷൻ നടക്കേണ്ടതല്ലേ? ജനങ്ങൾ നോട്ടയെ പ്രിഫർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ? അല്ലെ, ഇലക്ഷൻ നടക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു കേസ് പോയി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നോട്ടയ്ക്ക് ഒരു വേണ്ടത്ര വില നമ്മളും കൊടുക്കുന്നില്ല, രാഷ്ട്രീയക്കാരും കൊടുക്കുന്നില്ല, ഗവൺമെന്റും കൊടുക്കുന്നില്ല. നമുക്ക് മനസ്സിലായി, നോട്ടയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു, വാട്ട് ഹാപ്പൻസ് ഇഫ് മാക്സിമം വോട്ടേഴ്സ് ചൂസ് നോട്ട? സുപ്രീം കോർട്ട് ഇഷ്യൂ നോട്ടീസ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് ആക്ച്വലി ഒരു നല്ല സൈനാണ്. സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്താൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് കൗണ്ട് ചെയ്ത വോട്ടുകൾ നമുക്ക് അറിയില്ലല്ലോ. നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ മാറ്റിവെക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. പല കേസുകളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി, മൂന്നാമത്തെ വ്യക്തി, ഇവർ തമ്മിലുള്ള വോട്ടിലുള്ള അന്തരമുണ്ടല്ലോ. അതായത് ഒന്നാമത്തെ വ്യക്തി ജയിച്ചത് ചിലപ്പോൾ 20 വോട്ടുകൾക്കായിരിക്കും, അല്ലെങ്കിൽ 30 വോട്ടുകൾക്കായിരിക്കും. രണ്ടാമത്തെ വ്യക്തി തോറ്റത് 30 വോട്ടുകൾക്കാണ്. നോട്ടയ്ക്ക് അതിന് 5 or 6 ഇരട്ടി വോട്ട് കിട്ടിയ സംഭവമുണ്ട്. സോ ജനങ്ങൾ ആ വോട്ട് നോട്ടയ്ക്ക് കൊടുക്കാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വ്യക്തിക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ. സോ നോട്ട ഇൻ എ വേ ഈസ് ഡിറ്റർമിനിങ് ദ ഇലക്ഷൻ ചില കേസുകളിൽ. പക്ഷെ 50% കൂടുതൽ കിട്ടിയൊരു സംഭവം ഇല്ല. സോ നോട്ടയുടെ വോട്ട് കൗണ്ട് ചെയ്യപ്പെടണോ, അല്ലെങ്കിൽ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം? അവരിനി വരുന്ന ഇലക്ഷൻ അവരെ നമ്മൾ ബാർ ചെയ്യണോ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇലക്ഷൻ വരണമോ? എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അതിൻ്റെ സജഷൻ സുപ്രീം കോടതിയോട് പറയും. നമുക്കപ്പോൾ അതിനെപ്പറ്റി മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ സജഷൻ എന്താണ്? നിങ്ങളുടെ മണ്ഡലത്തിൽ നോട്ട ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സജഷൻസ്, യുവർ സജഷൻസ് എവിടെ വരിക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള GK ഏരിയയിലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടൊരു ക്ലാസ് വേണമെങ്കിൽ, വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കത് ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് റിലവൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ പരീക്ഷയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അങ്ങനെ ഒരു ക്ലാസ് എത്തുന്നതായിരിക്കും ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സജഷൻസ് രേഖപ്പെടുത്തുക. സജഷൻസ് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പറയുന്ന വീഡിയോ ചെയ്യുകയുള്ളൂ. എന്തൊക്കെ ചെയ്യണം? കാരണം നിങ്ങളൊരു വോട്ടർ അല്ലേ, റൈറ്റ് ടു വോട്ട് എക്സസൈസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു വോട്ടറാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എന്തൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നോട്ടയെ പറ്റി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
റൂൾ 49O മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം, ആദ്യമായിട്ട് നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏഷ്യൻ രാജ്യം, പിന്നെ ഇന്ത്യയിലേക്ക് വന്നു, ഏത് വർഷം, ഇതെല്ലാം പരീക്ഷയ്ക്ക് പ്രസക്തിയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ നല്ലപോലെ പഠിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.